ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമേശ്വരം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്തു വരുന്നു. കുന്തി സ്തുതിയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. കുന്തി സ്തുതി ശ്ലോക നമ്പർ 29 ശ്ലോകം എന്ന് നോക്കണം. ഓക്കെ, നോക്കാം. പ്രഥമസ്കന്ധം അധ്യായം 8 ശ്ലോക നമ്പർ 29 കുന്തി സ്തുതി. ന വേദ കശ്ചിത് ഭഗവംസ് ചിജിക്ഷിതം തവേഹ മാനസ്യ നൃണാം വിദംബനം. ന യസ്യ കശ്ചിത് ദയിതോസ്തി കർഹിചിത് ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ന വേദ കശ്ചിത് ഭഗവംശ്ചിജിക്ഷിതം തവേഹ മാനസ്യ നൃണാം വിഡംബനം. ന യസ്യ കശ്ചിത് ദയിതോസ്തി കർഹിചിത് ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ന വേദ കശ്ചിത് ഭഗവംശ്ചിജിക്ഷിതം തവേഹ മാനസ്യ നൃണാം വിഡംബനം. ന യസ്യ കശ്ചിത് ദയിതോസ്തി കർഹിചിത് ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം, വായിച്ചോളൂ. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ.
ആരെങ്കിലും വായിച്ചു? ഹരേ കൃഷ്ണ. വായിച്ചു. കശ്ചിത് ഭഗവംശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിത് ദയിതോസ്തി കർഹിചിത് ദേഷ്യശ്ചതസ്മിൻ വിഷമാമവിർനൃണാം. വിവർത്തനം ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലുള്ള അതീന്ദ്രിയ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആകയാൽ അവ വഴിതെറ്റിക്കുന്നവയാകുന്നു. അങ്ങയ്ക്ക് സവിശേഷ പ്രീതി ഉളവാക്കുന്ന യാതൊരു വസ്തുവുമില്ലെന്ന് മാത്രമല്ല, അങ്ങയ്ക്ക് അസൂയ ഉളവാക്കുന്ന യാതൊരു പൊരുളുമില്ല. പക്ഷേ ജനങ്ങൾ അങ്ങ് പക്ഷഭേദക്കാരനെന്ന് സങ്കല്പിക്കുന്നു. ഭാവാർത്ഥം: പതിതാത്മാക്കൾക്കു മേൽ ഭഗവത് കൃപ തുല്യമായി വിതരണം ചെയ്തിരിക്കുന്നു. ഭഗവാന് സവിശേഷ വൈരമുള്ളവരായി ആരും തന്നെയില്ല. പരമദിവ്യോത്തമ പുരുഷനെ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്ന സങ്കല്പനം വഴിതെറ്റിക്കുന്നതാകുന്നു. മനുഷ്യരുടേതിന് സമാനമായി ഭഗവാന്റെ ലീലകൾ കാണപ്പെടുന്നുവെങ്കിലും അവ യഥാർത്ഥത്തിൽ ഭൗതിക മാലിന്യങ്ങളുടെ യാതൊരു കലർപ്പുമില്ലാത്ത അതീന്ദ്രിയ ലീലകളാകുന്നു. അദ്ദേഹത്തിന്റെ ഭക്തരോട് ഭഗവാൻ നിസ്സന്ദേഹം മമത കാട്ടുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ സൂര്യൻ എത്രത്തോളം ആരോടും ഒരിക്കലും പക്ഷപാതം കാട്ടുന്നില്ലയോ, അതേപോലെ ഭഗവാനും ഒരിക്കലും പക്ഷപാതിയല്ല. സൂര്യരശ്മികളെ ഫലപ്രദമായി വിനിയോഗിക്കയാൽ കല്ലുകൾ പോലും പലപ്പോഴും മൂല്യമുള്ളവയായി തീരുന്നു. അതേസമയം വേണ്ടുവോളം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെയും ഒരു അന്ധന് സൂര്യനെ ദർശിക്കുവാൻ സാധ്യമല്ല. അന്ധകാരവും പ്രകാശവും വിപരീത സമ്പ്രത്യയങ്ങളാണ്. ഇത് സൂര്യൻ പ്രകാശം പരത്തുന്നതിൽ പക്ഷപാതം കാട്ടുന്നു എന്നർത്ഥമാക്കുന്നില്ല. സൂര്യപ്രകാശം ഏവർക്കും സമമായി വിന്യസിക്കപ്പെടുന്നു. എന്നാൽ അത് അവയുടെ ഗ്രഹണശക്തിക്ക് അന്തരമുണ്ട്. ഭഗവാന്റെ സവിശേഷമായ മമത പ്രാപ്തമാക്കാനുള്ള വ്യാജസ്തുതിയാണ് ഭക്തിയുത സേവനമെന്ന് മൂഢന്മാർ വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ വ്യാപൃതരായ ശുദ്ധഭക്തർ കച്ചവട സമൂഹത്തിൽ ഉൾപ്പെടുന്നവരല്ല. വാണിജ്യശാലകൾ സേവനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് എന്തെങ്കിലും മൂല്യത്തിനു പകരമായിട്ടാണ്. ശുദ്ധഭക്തരുടെ സേവന സമർപ്പണം അത്തരം കൈമാറ്റമല്ല. ആകയാൽ സമ്പൂർണ്ണ ഭഗവത് കൃപയും അവരിൽ ചൊരിയപ്പെടുന്നു. എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെ പീഡിതരും ആവശ്യക്കാരും ജിജ്ഞാസുക്കളും ചിന്തകന്മാരും ഭഗവാനുമായി താൽക്കാലിക ബന്ധം സ്ഥാപിക്കുന്നു. ഉദ്ദേശം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭഗവാനുമായി യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. പീഡിതനായ ഒരാൾ ഈശ്വരവിശ്വാസിയെങ്കിൽ രോഗശമനത്തിനായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അധികം പേരും രോഗവിമുക്തരായ ഉടൻ ഭഗവാനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം നിലനിർത്തുന്നതിൽ യാതൊരു ശ്രദ്ധയും കാട്ടുന്നില്ല. ഭഗവത് കൃപ അയാൾക്കായി നിവൃതമാക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും അത് സ്വീകരിക്കുന്നതിന് അയാൾ വിമുഖത കാട്ടുന്നു. ഒരു മിശ്രഭക്തനും ശുദ്ധഭക്തനും തമ്മിലുള്ള അന്തരമാണിത്. ഭഗവത് സേവനത്തിന് പൂർണ്ണമായും എതിരായവർ കടും അന്ധകാരത്തിലാണെന്ന് പരിഗണിക്കപ്പെടുന്നു. ആവശ്യമായ സമയത്ത് അഥവാ ആപത്തുകളിൽ മാത്രം ഭഗവത് കാരുണ്യം കാക്ഷിക്കുന്നവർ ഭഗവത് കൃപയുടെ ഭാഗിക സ്വീകർത്താക്കളാകുന്നു. എന്നാൽ 100% ഭഗവത് സേവനത്തിൽ നിരതരായവർ സമ്പൂർണ്ണ ഭഗവത് കൃപയുടെ സ്വീകർത്താക്കളാണ്. ഭഗവത് കൃപ സ്വീകരിക്കുന്ന അത്തരം പക്ഷപാത സ്വീകർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലാതെ സർവകാരുണ്യവാനായ ഭഗവാന്റെ പക്ഷപാതമല്ല അതിനു നിദാനം. ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ അദ്ദേഹത്തിന്റെ കൃപയാൽ അവതരിച്ചപ്പോൾ അദ്ദേഹം മനുഷ്യരെ പോലെ അഭിനയിക്കയാൽ അദ്ദേഹത്തിന്റെ ഭക്തരോട് മാത്രം പക്ഷപാതമുള്ളവനായി കാണപ്പെട്ടു. എന്നാൽ പരമാർത്ഥം അതല്ല. അഭിവ്യക്തമായ അത്തരം പക്ഷപാത പ്രകടനമുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ കൃപ തുല്യമായി ക്ഷേപണം ചെയ്യുന്നു. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഭഗവത് സാന്നിധ്യത്തിൽ മരണപ്പെട്ടവർക്കൊക്കെ ആവശ്യമായ യോഗ്യത ഇല്ലാതിരുന്നിട്ടുകൂടി മോക്ഷം പ്രാപ്തമായി. എന്തെന്നാൽ ഭഗവത് സാന്നിധ്യത്തിലുള്ള മരണം ഒരാളെ എല്ലാ പാപഫലങ്ങളിൽ നിന്നും പരിശുദ്ധമാക്കി തീർക്കുന്നു. ആകയാൽ മരണപ്പെടുന്നതിന് അതീന്ദ്രിയ ധാമത്തിൽ സ്ഥാനം ലഭിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സൂര്യപ്രകാശത്തിൽ വിവൃതനാകുന്നുവെങ്കിൽ അയാൾക്ക് ആവശ്യമായ ചൂട് സൂര്യരശ്മി മുഖേന ലഭ്യമാവുക തന്നെ ചെയ്യുന്നു. ആകയാൽ ഭഗവാൻ ഒരിക്കലും പക്ഷപാതിയല്ലെന്നാണ് നിർണയം.
ഭഗവാൻ പക്ഷപാതിയാണെന്ന് സാമാന്യ ജനങ്ങൾ കരുതുന്നത് തെറ്റാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ ഹരേ കൃഷ്ണ. മനോഹരമായിട്ട് ശില പ്രഭാത്ജി ഈ ഭാവാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് സംശയങ്ങൾ മാറ്റി തരുന്നുണ്ട്. ഇവിടെ കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കുന്തി മഹാറാണി പറയുവാണ്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പറയുന്നു, അങ്ങയുടെ അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾ അതെല്ലാം ആളുകൾക്ക് മനസ്സിലാവില്ല. ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഒരു പക്ഷേ അത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെയായിട്ട് ആണ് തോന്നുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. അതീന്ദ്രിയമായിട്ടുള്ള ലീലകളാണ്, ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങളാണ്. കുന്തി മഹാറാണിക്ക് മനസ്സിലാവുന്നുണ്ട്. കുന്തി മഹാറാണി പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, അവർ പലതും തെറ്റായിട്ട് ധരിക്കുന്നു. ഭഗവാൻ അതുകൊണ്ടാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്വാദേഹം പുനർജന്മ നൈതി മാം. ആ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഭഗവാന്റെ ജന്മവും കർമ്മവും, കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലീലകൾ, ഇതെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. പക്ഷെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. കാര്യം ഭഗവാൻ സിമ്പിളായിട്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെയാണ് അവതാരമെടുക്കുന്നത്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നു നമ്മളെപ്പോലെ ഒരു ശരീരം, നമ്മളെപ്പോലെ 2 കൈ 2 കാല്, അതേപോലത്തെ ശരീരം, സാധാരണ പോലെ തന്നെ എല്ലാം. അദ്ദേഹം ചെറുതായിട്ട് ചെറിയ കുട്ടിയായിട്ട് ജനിക്കുന്നു, സാധാരണ കുട്ടികൾ വലുതാവുന്ന പോലെ വലുതാവുന്നു, സാധാരണ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നു അദ്ദേഹം സാധാരണ മനുഷ്യനെ പോലെയാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. ലീലയുടെ ഭാഗമാണ്. ഭക്തർക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ ഭഗവാൻ ശരിക്കും ഭഗവാനാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ കുന്തി മഹാറാണി, അങ്ങയുടെ ലീലകളൊക്കെ അതീന്ദ്രിയ തലത്തിലാണ്, പക്ഷെ ആളുകൾ വിചാരിക്കുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നു, അങ്ങയെ സാധാരണ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കുന്നു. പിന്നീട് കുന്തി മഹാറാണി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നു. അതായത് അങ്ങേക്ക് അസൂയ തോന്നുന്നതായിട്ടുമൊന്നുമില്ല. അതേപോലെ തന്നെ അങ്ങേക്ക് എന്തെങ്കിലും കാര്യങ്ങളുടെ ആവശ്യവും വരുന്നില്ല. അങ്ങ് എല്ലാവരോടും ഒരേപോലെയാണ്. സമൂഹം സർവഭൂതേഷു. അല്ലേ? ഭഗവാൻ എല്ലാവരോടും ഒരേപോലെ, എല്ലാവരും സമമായിട്ട് അദ്ദേഹം കാണുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സമൂഹം സർവഭൂതേഷു. പക്ഷെ അതിൽ പറയുന്നുണ്ട്, ആരാണോ എന്നെ ഭജിക്കുന്നത് അവര് സ്പെഷ്യലാണെന്ന് പറയുന്നുണ്ട്. നോർമൽ പറയുകയാണെങ്കിൽ സമൂഹം സർവഭൂതേഷു, എല്ലാവരെയും ഒരേപോലെ കാണുന്നു. പക്ഷേ ആരാണോ ഭജിക്കുന്നത്, ഭഗവാനെ ആരാധിക്കുന്നത്, ഭഗവാന്റെ നാമം ജപിക്കുന്നത്, അവർ ഭഗവാന്റെ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ആളുകളുടെ ആ ഒരു വലയത്തിൽ വരും. അതാണ്. പക്ഷെ അത് പാർഷ്യാലിറ്റി അല്ല, പക്ഷാഭേദമല്ല അത്. അതാണ് ഇവിടെ ശിലപ്രഭാജി പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഭഗവാന്റെ മഹാകാരുണ്യം എല്ലാവർക്കും ഉണ്ട്. അതിന് നല്ലൊരു ഉദാഹരണം ശിലപ്രഭാജി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നു. സൂര്യപ്രകാശം എല്ലാവർക്കും ഉണ്ട്, അല്ലെ? സൂര്യൻ ഒരിക്കലും ഒരു പക്ഷാഭേദം കാണിച്ചിട്ടല്ല ഉദിക്കുന്നത്, അല്ലേ? സൂര്യരശ്മി വരുന്നത് എല്ലാവർക്കും കൊടുക്കുന്നു. പക്ഷേ ചിലവർ വെളിച്ചം കൊടുത്താലും അവർക്ക് ആ വെളിച്ചത്തെ സ്വീകരിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ സ്വീകരിക്കുന്നില്ല. അതിനൊരു ഉദാഹരണം പറയുന്നു ഇവിടെ. കണ്ണ് കാണാത്തൊരു വ്യക്തി, കണ്ണില്ലാത്തൊരു വ്യക്തിക്ക് എത്ര സൂര്യപ്രകാശം ഉണ്ടായാലും അവർക്കൊന്നും കാണാൻ സാധിക്കില്ല. ശരിയല്ലേ? അപ്പോൾ സൂര്യൻ പക്ഷാഭേദം കാണിക്കുന്നതാണോ, അതോ ആ വ്യക്തിക്ക് അത് സ്വീകരിക്കാനുള്ള ആ ഒരു യോഗ്യത കുറവുള്ളതുകൊണ്ടാണോ? ആ വ്യക്തിക്ക് സ്വീകരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ്. സൂര്യൻ പക്ഷാഭേദം കാണിക്കുന്നില്ല. അതേപോലെ തന്നെ ഭഗവാന്റെ മഹാകാരുണ്യം എല്ലാവർക്കും വരുന്നുണ്ട്. നമുക്കുണ്ട്, ഭക്തർക്കുണ്ട്, ഭക്തരാവാൻ ശ്രമിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കുണ്ട്, അതേപോലെ ഭക്തരല്ലാത്തവർക്കുമുണ്ട്, നിരീശ്വരവാദികൾക്കുണ്ട്, നാസ്തികർക്കുമുണ്ട്, നിരാകാരവാദികൾക്കുമുണ്ട്, മായാവാദികൾക്കുമുണ്ട്, എല്ലാവർക്കും. എല്ലാവർക്കും ഒരേപോലെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ കയ്യിലുള്ള പാത്രം ഒരേപോലെയല്ല. അതാണ് നമ്മളെപ്പോഴും പറയാറുള്ള ഉദാഹരണം. കയ്യിലുള്ള പാത്രത്തിന് ഓട്ടയുണ്ടെങ്കിൽ
ഹോൾസ് ഉണ്ടെങ്കിൽ വെള്ളം നമുക്ക് ശേഖരിക്കാൻ സാധിക്കില്ല. അതേപോലെ ഓരോരുത്തരുടെ പാത്രം പോലെ ഇരിക്കും ഈ മഹാകാരുണ്യം സ്വീകരിക്കുന്നത്. അല്ലാതെ ഭഗവാനൊന്നും പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. എന്നാൽ ഭഗവാന്റെ ഭക്തരാണെങ്കിൽ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഭക്തരാവുകയാണെങ്കിൽ അദ്ദേഹം സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ നമുക്ക് തരും പല കാര്യങ്ങൾക്കും. അത് സത്യമാണ്. അത് പാർഷ്യാലിറ്റി അല്ല. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം പോലെ സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചർ ഒരേപോലെ പഠിപ്പിക്കുന്നു. അതിൽ നന്നായി പഠിക്കുന്നവരും ഉണ്ടാവും, മീഡിയം ലെവലിൽ പഠിക്കുന്നവരും ഉണ്ടാവും, വളരെ മോശമായിട്ട് പഠിക്കാൻ വളരെ മോശമായിട്ടുള്ളവരും ഉണ്ടാവും. എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഒരേപോലെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ടീച്ചർ പക്ഷാഭേദം കാണിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവരെയും ഒരേപോലെ കണ്ട് പഠിപ്പിക്കുന്നു. പക്ഷേ എന്നാലും നന്നായി പഠിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ നന്നായിട്ട് അനുസരണയുള്ള കുട്ടികളോട്, അങ്ങനെയുള്ള കുട്ടികളോട് ടീച്ചർമാർക്ക് ഒരു സ്നേഹം കൂടുതലുണ്ടാവും. ആ സ്നേഹം കൂടുതൽ പക്ഷാഭേദമല്ല, അവർ ചെയ്യുന്നതിന് ഒരു റെസിപ്രൊക്കേഷൻ, അവർ ചെയ്യുന്ന ആത്മാർത്ഥതയ്ക്ക് ഒരു റെസിപ്രൊക്കേഷൻ. അതേപോലെ ഭഗവാൻ തീർച്ചയായിട്ടും എല്ലാവരുടെ കാര്യം നോക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ? കാട്ടിലുള്ള ആനയ്ക്കും കാട്ടിലുള്ള പുലിക്കും മറ്റുള്ള എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ഭക്ഷണം അല്ലേ? ആരും അവിടെ പോയിട്ട് നമ്മളാരും ഭക്ഷണം കൊടുക്കുന്നില്ല, അവർ തനിയെ ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ കാട്ടിലുള്ള മരങ്ങൾക്ക് മഴയായിട്ട് അദ്ദേഹം വെള്ളം കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ ഗാർഡനിൽ ഹോസ് വെച്ചിട്ട് വെള്ളം അടിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ കാട്ടിൽ പോയിട്ട്. ഭഗവാൻ അത് നാച്ചുറലായിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ അദ്ദേഹം കാര്യങ്ങളും നോക്കുന്നുണ്ട്. എന്നാൽ ഭക്തി ചെയ്യുന്ന ഒരാൾക്ക്, ഭഗവാനെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക്, നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് സ്നേഹം കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പെഷ്യൽ ഒരു അറ്റൻഷനിൽ നമ്മൾ വരും. അതാണ് വ്യത്യാസം. അപ്പോൾ അതൊരു പക്ഷാഭേദമല്ല. പക്ഷേ അതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ശ്രീല പ്രഭുപാദി സൂര്യൻ്റെ ഉദാഹരണം പറയുന്നത് ഇവിടെ അത് പറഞ്ഞിട്ടാണ്. പിന്നെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പോയിന്റ് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുക, സാധാരണ അതായത് പലതരത്തിലുള്ള ആളുകൾ ഭഗവാന്റെ അടുത്തേക്ക് പോകും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. എന്താണ്? അർത്ഥോ അർത്ഥാർത്ഥി ജിജ്ഞാസു ജ്ഞാനി. പലവരും പല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. അതിൽ പലവരും പല കാര്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട്, അതായത് ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. ശരിയല്ലേ? എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട്. എന്നാൽ ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ മറന്നു, പിന്നെ ഭഗവാനെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാദി എടുത്ത് പറയുന്നു. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയാണ്. അതാണ് ശ്രീല പ്രഭുപാദി പറയുന്നത്. ഒരു ബിസിനസ് ഡീലിംഗ് ആണ്. അതായത് നീ എനിക്കിത് തന്നാൽ ഞാൻ നിനക്ക് ഇത്ര തരാം എന്നുള്ള പോലെ. 100 രൂപ ഭണ്ഡാരത്തിലിട്ട് കഴിഞ്ഞാൽ, അമ്പലത്തിൽ പോയി ഭണ്ഡാരത്തിലിട്ടുവാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് 10,000-ഉം 1,00,000 ഒക്കെയാണ്. പൈസയോ അല്ലെങ്കിൽ വേറെ അതേപോലെ എന്തെങ്കിലുമോ. ഇതാണ് നമ്മുടെ കാര്യം. അപ്പോൾ നമ്മളൊരു ബിസിനസ് ഡീലിംഗ് ആണ്. നമുക്ക് കാര്യം നടക്കാൻ വേണ്ടി പോകുന്നു. അതായത് എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ ഇരിക്കുക വെറുതെ. ഇങ്ങോട്ട് വന്നോളൂ ഞാൻ നടത്തി തരാം, ഇങ്ങോട്ട് വന്നോളൂ ഞാൻ നടത്തി തരാം. അല്ലാതെ ആ വ്യക്തിക്ക് സുഖമാണോ, ആ വ്യക്തിക്ക് എന്തെങ്കിലും വേണോ, അതല്ലെങ്കിൽ അവർ സ്നേഹത്തോടു കൂടി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അതില്ല. പോയി ലിസ്റ്റുമായിട്ട് പോകുന്നു മാത്രം. ലിസ്റ്റുമായിട്ട് പോകുന്നു, അത് ചോദിച്ചു ഇത് ചോദിച്ചു എല്ലാം ചോദിച്ചു. അല്ലെ നടത്തി തന്നു കഴിഞ്ഞാൽ സന്തോഷമായി വന്ന് ഒരു ദിവസം പറയും ചിലപ്പോൾ, ഒരു പക്ഷേ സന്തോഷമായി എല്ലാം നടത്തി തന്നിട്ട് ഓക്കെ ബൈ ബൈ, പിന്നെ ആ ഭാഗത്തേക്ക് കാണുകയില്ലേ. പിന്നെ അടുത്ത പ്രശ്നം വരണം ലൈഫിൽ. എന്തെങ്കിലും ഒരു അടി കിട്ടുമ്പോൾ അപ്പോൾ ഒന്ന് ഉണരും. കുറേ വർഷങ്ങൾ മറന്നിരിക്കുകയായിരിക്കും. പിന്നെ അടി കിട്ടുമ്പോൾ ഒന്നും കൂടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെ എണീറ്റ് അപ്പോൾ വീണ്ടും വരും. എന്തുകൊണ്ട് സംഭവിച്ചു ഭഗവാനെ? എല്ലാം നന്നായി പോകുന്നതായിരുന്നല്ലോ, ഇടയിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലേക്കായി. അതായത് ഭഗവാൻ അനുഗ്രഹം പിൻവലിച്ചു എന്നുള്ള രീതിയിലൊക്കെ. ഇതൊക്കെ ബിസിനസ് ഡീലിങ്സ് ആണ്. ഇങ്ങനെയായിരുന്നു നമ്മളിൽ പലവരും അല്ലേ? ഇപ്പോൾ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ആയിരുന്നിട്ടുണ്ടാവും. ഇതാണ്. അപ്പോൾ ഇതെല്ലാം വെറും കച്ചവടക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. എന്തെങ്കിലും ചോദിച്ചിട്ട് അതിനു വേണ്ടി ഭഗവാന്
അല്ലെങ്കിൽ പ്രതീക്ഷയോട് കൂടിയിട്ട് ചെയ്യുന്നത്. പക്ഷേ ശീല പ്രഭുപാദി പറയുന്നു, ശുദ്ധഭക്തര് കച്ചവടക്കാരേ അല്ല. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഭഗവാനെ സ്നേഹിക്കുന്നത്. ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ആധ്യാത്മിക തലത്തിലോ ഭൗതിക തലത്തിലോ എങ്ങനെയാണെങ്കിലും ഭഗവാൻ അവരുടെ കാര്യം നോക്കുന്നുണ്ട്, സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഇവർ ചോദിച്ചു വാങ്ങുന്നതല്ല, ഭഗവാൻ സ്നേഹത്തോടു കൂടി കൊടുക്കുന്നു. അത് ശുദ്ധഭക്തരെ കുറിച്ചാണ് പറയുന്നത്. ശുദ്ധഭക്തർക്ക് ഒരു ഡിമാൻഡും ഉണ്ടാവില്ല, ഒരു ഡിമാൻഡും ഉണ്ടാവില്ല. എന്ത് ഭഗവാൻ കൊടുക്കുന്നോ, എന്ത് ഭഗവാൻ തീരുമാനിക്കുന്നോ അത് അവർ സ്വീകരിക്കുന്നു. അത് നല്ലതോ ചീത്തയോ എന്ന് അവർക്ക് വ്യത്യാസമില്ല. നല്ലതോ ചീത്തയോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഭൗതികമായിട്ടുള്ള വീക്ഷണത്തിൽ നോക്കുമ്പോൾ നല്ലത് ചീത്ത എന്നുള്ള വ്യത്യാസം നമുക്ക് കാണാം. പക്ഷേ ആധ്യാത്മിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ നല്ലത് ചീത്ത എന്ന് പറയുന്നൊരു വ്യത്യാസം ശരിക്കും ഇല്ല. എല്ലാം ഭൗതികമായിട്ടുള്ള കൺസിഡറേഷനിലും ഉണ്ടാവും, പക്ഷേ നോർമലി നോക്കുവാണെങ്കിൽ എല്ലാം ഒരേപോലെയാണ്. എന്താണെങ്കിലും ഇവിടെ നമ്മൾ കാണുന്ന സാധനങ്ങളോ, നമുക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങളോ, നമുക്ക് കിട്ടാൻ പോകുന്ന പൈസയോ, അല്ലെങ്കിൽ എന്താണെങ്കിലും അതെല്ലാം താൽക്കാലികമാണ്. ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. കുറച്ച് വർഷങ്ങൾ കൂടി നിൽക്കുമായിരിക്കും, കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സും അത്രയേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര വർഷങ്ങളും കൂടി ഉണ്ടാവും നമ്മൾ, എത്ര ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര മാസം ഉണ്ടാവും? നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ അതിനെക്കുറിച്ച്? ഒരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മുടെ ചിന്ത മുഴുവനും നാളെക്കുറിച്ചാണ്. എന്ത് നാളെക്കുറിച്ച്? നാളെ എനിക്ക് നല്ല രീതിയിൽ നാമം ജപിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ നാളെ എനിക്ക് എന്താ പറയുക, ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ആദിയൊന്നും ആർക്കും ഇല്ല. ആദിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാളെ ഇനിയിപ്പോൾ ബാങ്കിലുള്ള പൈസ പോയാലോ, അല്ലെങ്കിൽ നാളെ വല്ല അസുഖം വന്നാലോ, അങ്ങനെയുള്ള ചിന്തയാണ്. അപ്പം ഇതൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലാണ് നമ്മൾ പലവരും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ. എന്നാൽ ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നിനെയും കുറിച്ച് ഒരു ബോധേഡല്ല. എന്ന് പറഞ്ഞാൽ എല്ലാം ഭഗവാന്റെ മഹാകാരുണ്യമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. നല്ലത് സംഭവിച്ചു കഴിഞ്ഞാലും ചീത്ത സംഭവിച്ചു കഴിഞ്ഞാലും അവർക്ക് വ്യത്യാസം വരുന്നില്ല. അതാണ് ശുദ്ധഭക്തൻ്റെ മനസ്സ്. ശുദ്ധഭക്തൻ അങ്ങനെയാണ് കാണുന്നതെല്ലാം. ഒരു കർമ്മമിശ്രിത ഭക്തർക്കൊക്കെയാണ് ഈ പറഞ്ഞ പോലെ പലതും അവർ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നു. ആ പ്രതീക്ഷ നടക്കാതാവുമ്പോൾ ഭഗവാനോടും വിരോധം തോന്നുന്നു. ഭഗവാനോട് വിരോധം തോന്നുന്നു, അദ്ദേഹത്തോട് പറയുന്നു, അല്ലെങ്കിലും എനിക്കറിയാം കൃഷ്ണൻ നീ അങ്ങനെയാണ്, വളരെ എന്താ പറയുക, നീയ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരിക്കും. പക്ഷേ സ്നേഹത്തോടു കൂടിയിട്ടായിരിക്കില്ല. അതിൽ സ്വാർത്ഥതയുണ്ടാവും പലപ്പോഴും. ഇത് ജനറലായിട്ട് പറയുന്നതാണ്, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ജനറലായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ കാര്യം നടക്കുവാണെങ്കിൽ സ്നേഹമുണ്ട്, നടക്കുന്നില്ലെങ്കിൽ സ്നേഹമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഇടയിലുള്ള എല്ലാ ബന്ധങ്ങളിലും നമ്മൾ ചെയ്യുന്നത്. ഏത് റിലേഷൻ വേണമെങ്കിൽ ആയിക്കോട്ടെ, സ്വന്തം നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിലും നമ്മൾ ഒരു എക്സ്ചേഞ്ച്, അതായത് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്, അങ്ങനെ ഒരു ഡീലിങ്സ് ആണ് നമ്മുടെ. ഒരു ഭാഗത്തുനിന്ന് അത് നിൽക്കുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇല്ലാതെയാവും. അത്രയേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ എല്ലാം നമ്മുടെ സ്വാർത്ഥത, ഞാനും എൻ്റേതും എന്നുള്ളൊരു കാര്യങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് ദൂരെയാണ് നമുക്ക് ഭക്തരുടെ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷാഭേദം കാണിക്കുന്നില്ല ഭഗവാൻ, നമ്മളെല്ലാവരെയും ഒരേപോലെ കാണുന്നു. പക്ഷേ എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും അതിനെ ഭഗവാന്റെ മഹാകാരുണ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുന്തി മഹാറാണി പോലുള്ള ഭക്തരാണ് ശരിക്കും ഭക്തർ. കുന്തി മഹാറാണിയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഈ കുന്തി സ്തുതിയെല്ലാം കേൾക്കുന്നത്, വായിക്കുന്നത്? എന്തിനും ശീല പ്രഭുപാദി ഇതെല്ലാം എഴുതി ഭാവാർത്ഥമൊക്കെ എഴുതി തരുന്നു? നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഭക്തിയുടെ പാതയിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എങ്ങനെ സാധിക്കും? ഇപ്പോൾ നമ്മുടെ സ്ഥിതി എന്താണ്? ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം? പിന്നെ ഒരുപാട് കാര്യങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്.
അപ്പോൾ ഭഗവാന്റെ മഹാകാരുണ്യമാണ് ഇതെല്ലാം നമുക്ക് കേൾക്കുവാനും വായിക്കുവാനും ഒക്കെ സാധിക്കുന്നത് തന്നെ. അപ്പോൾ അതൊരു സംശയമില്ല, അതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. ശ്രീല പ്രഭുപാജിയുടെയും നമ്മുടെ ഗുരുജനങ്ങളുടെയും കാരുണ്യം. അപ്പോൾ ഈ മഹാകാരുണ്യം ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. ആർക്കെങ്കിലും ഇല്ലാത്തതാണോ? ഇതേ സമയത്ത് നമുക്ക് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഈ സൂമിൽ അധികം ആൾക്കാരില്ല, 100 പേർക്ക് വരെ ജോയിൻ ചെയ്യാൻ സാധിക്കും അല്ലേ? നമ്മൾ ഒരുപാട് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ 100 അല്ല 200 പേരുടെ അടുത്തുണ്ടാവും ഒരുപക്ഷെ. പക്ഷെ അതിൽ എത്ര പേര് ജോയിൻ ചെയ്യുന്നുണ്ട്? അതേപോലെ ലോകത്ത് മുഴുവൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? എത്രയോ ലോകത്ത് ബില്യൺ കണക്കിന് ആൾക്കാരുണ്ട്. അവരിൽ എത്ര പേര് ഇതേ സമയത്ത് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടാവും? കുറച്ച്, വളരെ ചെറിയ ശതമാനം. എത്രയോ പേര് ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടുന്നുണ്ടാവും? ഒരു വലിയ ശതമാനം തന്നെ അതിൻ്റെ പുറകിൽ ഓടുന്നുണ്ടാവും. ഇതേ സമയത്ത് മരിച്ചു വീഴുന്നവർ എത്ര പേര് ഉണ്ടാവും? ഇതേ സമയത്ത് ഈ നിമിഷത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തുണ്ടാവും. ഇതേ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടാവും? എല്ലാം സംഭവിക്കുന്നുണ്ട്. എല്ലാ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എടുത്താൽ അതെല്ലാം സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ പാഴാക്കാതിരിക്കുക. അതുകൊണ്ടാണ് കുന്തി മഹാറാണി എടുത്തെടുത്ത് പറയുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട്. കാര്യം കുന്തി മഹാറാണിയും പാണ്ഡവരൊക്കെ ഭഗവാന്റെ നിത്യസിദ്ധരായിട്ടുള്ള ഭക്തരാണ്. അപ്പം അവരൊക്കെ ലീലയുടെ ഭാഗമായിട്ട് ഭഗവാന്റെ കൂടെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, നമ്മളെ എല്ലാവരെയും ഉദ്ധരിക്കുക. അത്രയേ ഉള്ളൂ. കാര്യം ഇതാണ് ഭഗവാന്റെ ഉദ്ദേശം. അപ്പോൾ ആ ഭഗവാന്റെ ഉദ്ദേശത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആണ് മറ്റുള്ളവരെല്ലാവരും, നിത്യപാർഷദരെല്ലാവരും കൂടെ വരുന്നതും ലീലകളിൽ പങ്കെടുക്കുന്നതും. ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ട് അവർ ശരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ലീലയുടെ ഭാഗമായിട്ട്. പക്ഷേ അത് ഒരു ഡ്രാമയോ ആക്ടിങ്ങോ ഒന്നുമല്ല. പാണ്ഡവരും കുന്തി മഹാറാണിയും കടന്നു പോയ വഴിയിലൂടെ നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? അത്രയ്ക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആർക്കും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല. പാണ്ഡവർ സഹിച്ച പോലെ ആർക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. കുന്തി മഹാറാണിയെ പോലെ വിഷമിച്ചിട്ടുള്ളൊരു അമ്മ വേറെ ആരും ഉണ്ടാവില്ല. പ്രഹ്ലാദനെ പോലെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമങ്ങൾ, ഭൗതികമായിട്ടുള്ള ഒരുപാട് അപകടങ്ങളിലൂടെ കടന്നുപോയി. അതേപോലെ ആർക്കും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അവരെല്ലാവരും ശുദ്ധഭക്തരാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഭഗവാന്റെ മഹാകാരുണ്യം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇവിടെയും നമ്മളിപ്പോൾ ഒരു സത്സംഗത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഭഗവാൻ ഒരേപോലെ നമ്മളെല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവരെയും ഭഗവാൻ കാണുന്നു. എല്ലാവരെയും അദ്ദേഹം അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ഇതിനെ നോക്കിക്കാണുന്നത്. ചിലപ്പോൾ കേൾക്കുന്നു, പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ കേൾക്കുന്നുണ്ടാവും. ചിലവർ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. അങ്ങനെ പല തലത്തിലായിരിക്കാം. പക്ഷേ ഭഗവാൻ ഒരേപോലെ സഹായിക്കാൻ നോക്കുന്നുണ്ട്. ഭാഗവതത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം അവതരിച്ചിട്ടുണ്ട്. ഹരിനാമത്തിൻ്റെ രൂപത്തിൽ, ഹരികൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അത് നാമം ജപിക്കാനാണെങ്കിലും ഭാഗവതം വായിക്കുവാനും പഠിക്കുവാനും ആണെങ്കിലും അവസരങ്ങൾ തരുന്നുണ്ട്. ഇനി അതെല്ലാം എങ്ങനെ നമ്മൾ ആ ഒരു അവസരം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഈ അവസരം വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വളരെ വേഗത്തിൽ പോകാൻ സാധിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 29ാമത്തെ ശ്ലോകത്തിൽ. 30ാമത്തെ ശ്ലോകം നോക്കാം. ജന്മകർമ്മ ച വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മനഃ തീര്യൻ നൃഷിഷു യാദശു തദ് അത്യന്ത വിഡംബനം ജന്മകർമ്മ ച വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മനഃ തീര്യൻ നൃഷിഷു
യാദാശു തത് അത്യന്ത വിഡംബനം. വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ ജന്മ കർമ്മ ച വിശ്വാത്മന്നജസ്യ കർത്തുരാത്മനഃ തിര്യങ് നൃഷിഷു യാദസോ തദന്ത്യത്യന്ത വിഡംബനം. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. അല്ലയോ വിശ്വപ്രപഞ്ച തേജസ്സെ, അങ്ങ് നിഷ്ക്രിയനായി കാണപ്പെടുന്നുവെങ്കിൽ തന്നെയും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജീവധാരമായ അടിസ്ഥാന ശക്തിയും അങ്ങു തന്നെയാണ്. ജനനമില്ലാത്തവനാകൽ അജൻ. അങ്ങയെ അവതാരമെന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങ് സ്വയം മനുഷ്യരിലും മൃഗങ്ങളിലും ഋഷിമാരിലും സമുദ്രജീവികളിലും അവരോഹണം ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഇത് വിഭ്രമജനകം തന്നെയാണ്. ഭാവാർത്ഥം ശ്രീലപ്രഭാതിക്ക് ജയ്. ഭഗവാൻ അതീന്ദ്രിയ ലീലകൾ അമ്പരിപ്പിക്കുന്നവ മാത്രമല്ല, സ്ഫുടമായി വിരുദ്ധാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നവയുമാകുന്നു. മറ്റൊരു തരത്തിൽ അഭിപ്രായപ്പെടുകയാണെങ്കിൽ അവയെല്ലാം തന്നെ മനുഷ്യന്റെ പരിമിതമായ ചിന്താശക്തിക്ക് ദുർജയമാകുന്നു. എല്ലാ അസ്തിത്വങ്ങളുടെയും സർവപ്രബലനായ പരമാത്മാവ് ഭഗവാനാകുന്നു. എങ്കിൽ തന്നെയും മൃഗങ്ങളിൽ വരാഹമായും മനുഷ്യരിൽ രാമൻ, കൃഷ്ണൻ തുടങ്ങിയവരായും ഋഷിരൂപത്തിൽ നാരായണനായും ജലജീവികളിൽ മത്സ്യമായുമൊക്കെ ഭഗവാൻ അവതാരമെടുത്തു. അദ്ദേഹം അജനും യാതൊന്നും പ്രവർത്തിക്കാനില്ലാത്തതുമായി വിശേഷിപ്പിക്കപ്പെടുന്നു. പരബ്രഹ്മത്തിന് യാതൊന്നും തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടില്ലെന്ന് ശ്രുതി മന്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഭഗവാന് സമാനരായോ അതീതരായോ ആരും തന്നെയില്ല. അദ്ദേഹത്തിന് അനേകമായ ശക്തികളുണ്ടെന്ന് മാത്രമല്ല, സ്വതപ്രവൃത്തമായ ജ്ഞാനം, ശക്തി, കർമ്മം എന്നിവയിൽ സർവ്വതും അദ്ദേഹത്താൽ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നു. ഈ പ്രസ്താവനകളെല്ലാം തന്നെ യാതൊരു സന്ദേഹത്തിനും ഇടനൽകാത്ത വിധം ഭഗവത് ലീലകളും രൂപഭാവങ്ങളും നമ്മുടെ പരിമിതമായ ശക്തിക്ക് ദുർജയങ്ങളാണെന്നത് തെളിയിക്കുന്നു. ഭഗവാൻ ഭാവനാതീതമായി അധികാരമുള്ളവനാകിയാൽ അദ്ദേഹത്തിന് സർവ്വസാധ്യമാണ്. ആർക്കും അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരൂപിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ ഓരോ പ്രവൃത്തിയും സാമാന്യ വ്യക്തിക്ക് വിഭ്രമം ഉളവാക്കുന്നവയാണ്. വേദവിജ്ഞാനത്താൽ ഭഗവാനെ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ശുദ്ധഭക്തരാൽ അദ്ദേഹത്തെ അനായാസേന മനസ്സിലാക്കും. എന്തെന്നാൽ ഭക്തർ ഭഗവാനുമായി ദൃഢബദ്ധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആകയാൽ മൃഗങ്ങൾക്ക് മധ്യേ ഭഗവാൻ അവതരിച്ചുവെങ്കിലും അദ്ദേഹം ഒരു മൃഗമോ നരനോ ഋഷിയോ മത്സ്യമോ അല്ലെന്ന് ഭക്തർ അനുഭവിച്ചറിയുന്നു. എല്ലാ പരിതസ്ഥിതിയിലും ഭഗവാൻ ശാശ്വതമായി പരമപുരുഷനായ ഭഗവാനായി നിലകൊള്ളുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഇവിടെ പറയുന്നു, കുന്തി മഹാറാണി പറയുന്നു, അങ്ങ് ജന്മമെടുക്കുന്നു. ഭഗവാന് ജന്മമുണ്ടോ? ഇല്ല. ഭഗവാൻ എപ്പോഴുള്ള അജ എന്ന് പറയും. അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജനിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ അവതാരമെടുത്ത് വരുവാണ് ചെയ്യുന്നത്. ഭഗവാന് നമ്മളെപ്പോലെ ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ളൊരു പ്രക്രിയയിൽ കൂടെ ഭഗവാൻ പോകുന്നില്ല. അതാണ് കുന്തി മഹാറാണി പറയുന്നത്, അങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് ജനിക്കുന്നു, അതേപോലെ തന്നെ അങ്ങ് ജനിക്കുന്നു എന്ന് മാത്രമല്ല, അത് മനുഷ്യരായിട്ടും കൂടെ മാത്രമല്ല, ചിലപ്പോൾ മൃഗമായിട്ട്, ചിലപ്പോൾ വെള്ളത്തിലെ ജീവജാലങ്ങളായിട്ട്, അങ്ങനെ പല രീതിയിൽ അങ്ങ് അവതാരങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങ് ജനിക്കുന്നുണ്ട്. പലവരും വിചാരിക്കുന്നു അങ്ങ് ഇതെല്ലാം സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ ആണ്. പക്ഷെ അല്ല, അങ്ങ് എല്ലാ സ്പീഷീസിലും അങ്ങ് വരുന്നുണ്ട്. അങ്ങ് അവതാരമായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇതെല്ലാം ശ്രീ കുന്തി മഹാറാണി പറയുന്നു, ഇതെല്ലാം സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വിഡംബനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് എല്ലാവർക്കും. കഴിഞ്ഞ ശ്ലോകത്തിലും വിഡംബനം എന്നുള്ള വാക്ക് കണ്ടു അല്ലേ? അതായത് ഇങ്ങനെയുള്ള അങ്ങയുടെ കർമ്മങ്ങളൊക്കെ കൺഫ്യൂഷനായിട്ട് ആണ് എല്ലാവർക്കും തോന്നുന്നത്. അതാണ് പറയുന്നത് കുന്തി മഹാറാണി. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാൻ ഇതേപോലെ പല അവതാരങ്ങളും എടുക്കുന്നുണ്ട്, ഇനിയും എടുക്കും. അതായത് വരാഹാവതാരമായിട്ട് വന്നു, ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട്, ഭഗവാൻ കൃഷ്ണനായിട്ട്, നരസിംഹദേവനായിട്ട്, പിന്നെ കൂർമാവതാരം, മത്സ്യാവതാരം, എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെയുള്ള അവതാരങ്ങൾ എടുക്കുന്നു.
അതിൻ്റെ അർത്ഥം ഭഗവാൻ മത്സ്യമാണെന്നാണോ, അതോ ഭഗവാൻ വരാഹ ആണോ? അല്ല. അദ്ദേഹം പല രൂപത്തിൽ പല രീതിയിൽ അദ്ദേഹം അവതാരം എടുക്കുന്നു. അദ്ദേഹം ശരീരം ഏത് സ്വീകരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ആ സമയത്ത് എന്തിൻ്റെയാണ് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവതാരം അങ്ങനെയാണ്. കൂർമ്മ അവതാരം എടുക്കുന്നത് എപ്പോഴാണ്? അവിടെ സമുദ്രമന്ഥന ലീല നടക്കുന്ന സമയത്ത് ആ മന്ദരാചല ആ പർവ്വതത്തെ ഒന്ന് അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭഗവാൻ കൂർമ്മ രൂപത്തിൽ അവതാരമെടുക്കുന്നു. മത്സ്യ അവതാരമായിട്ട് എടുക്കുന്ന എപ്പോഴാണ്? അത് ഈ പ്രളയം വന്ന സമയത്ത് അപ്പോൾ ഉണ്ടായിരുന്ന, അത് പാർഷ്യൽ പ്രളയമാണ്, അല്ലാതെ ബ്രഹ്മാവിൻ്റെ ആയുസിൻ്റെ അവസാനമല്ല. ബ്രഹ്മാവിൻ്റെ മന്വന്തരത്തിലോ അതോ മന്വന്തരത്തിലെ പ്രളയമാണോ അതോ ഒരു കൽപ്പം കഴിഞ്ഞപ്പോഴുള്ളതാണെങ്കിലും അപ്പോൾ അത് ചെറിയ പ്രളയമാണ്. പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ അടുത്ത യുഗത്തിലേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ യുഗമാണെങ്കിലും മില്ലേനിയത്തിലേക്കും പോകാനുള്ള ആളുകളെ ഭഗവാൻ രക്ഷിക്കാൻ വേണ്ടി വന്നു മത്സ്യരൂപത്തിൽ. പിന്നെ വരാഹ രൂപത്തിൽ അദ്ദേഹം വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമണ്ഡലം മുഴുവനും താഴോട്ട് പോയി, ഈ ഒരു ആ ഒരു ഓർബിറ്റിൽ നിന്ന് പോയി, ഹിരണ്യാക്ഷൻ്റെയും അതേപോലുള്ള മറ്റുള്ള രാക്ഷസരുടെയും ഓരോ കാര്യങ്ങൾ കാരണം അങ്ങനെ ആ ഭൂമണ്ഡലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതാരമെടുത്തു വരാഹമായിട്ട്. പിന്നെ നരസിംഹദേവൻ അവതാരമെടുക്കുന്നു, ഹിരണ്യകശിപുവിനെ വധിക്കുന്നു. ആ അവതാരത്തിൽ കാര്യം ഹിരണ്യകശിപു അങ്ങനെയുള്ളൊരു വരമാണ് ചോദിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ അവസാനിപ്പിക്കാൻ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ആ മാർഗം, അതായത് മനുഷ്യനുമല്ല മൃഗവുമല്ല എന്നുള്ള മാത്രമല്ല, ബാക്കിയുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണോ ഹിരണ്യകശിപു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഭഗവാൻ നരസിംഹ രൂപത്തിൽ വന്നു, അല്ലേ? അപ്പോൾ ഓരോ അവതാരത്തിനും ഓരോ കാര്യമുണ്ട്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കഴിഞ്ഞ് അദ്ദേഹം പോകുന്നു. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ്റെയും ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും അവതാരം സ്പെഷ്യലാണ്. അവിടെ ഒരുപാട് കാലങ്ങൾ ഭഗവാൻ ഉണ്ട്, ഒരുപാട് ലീലകൾ ചെയ്യുന്നുണ്ട്. നരലീല പോലെ, അതായത് മനുഷ്യരെ പോലെ ആളുകളുടെ ഇടയിൽ ഇടപഴകിക്കൊണ്ടുള്ള ലീലകളാണ്. മറ്റുള്ള ലീലകൾ പോലെയല്ല. അത് ആ ഒരു കാര്യത്തിന് കുറച്ച് സമയം വരുന്നു, കഴിഞ്ഞു, പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതാണ് ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്നത്. പലപ്പോഴും വിചാരിക്കുന്നു നാരായണൻ, ഭഗവാൻ വിഷ്ണു, അദ്ദേഹം വളരെ ഫോർമലായിട്ട് 4 ചതുർഭുജമൂർത്തിയായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രൂപവും അങ്ങനെയാണ്. അദ്ദേഹം അങ്ങനെ ലീലകളിലൊന്നും പങ്കെടുക്കുന്നില്ല. അങ്ങനെ നാരായണൻ വിസ്തരിക്കുന്നു, ഈ പറയുന്ന അവതാരങ്ങളൊക്കെ ആയിട്ട് വരുന്നു, അവതാരങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. പക്ഷെ കൃഷ്ണനും രാമനും വരുമ്പോൾ ചോദ്യം വരുന്നു, ആളുകളിൽ കൺഫ്യൂഷൻ വരുന്നു, വിടംബനം. ആളുകളിൽ കൺഫ്യൂഷൻ വരുന്നത് എന്താണ്? ഇതെന്താ ഇങ്ങനെ സംഭവിക്കുമോ? ഭഗവാന് മനുഷ്യനെ പോലെ എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു? അല്ലെങ്കിൽ ഇത് ശരിക്കും അവതാരമാണോ എന്നുള്ള ചോദ്യമൊക്കെ, എന്നുള്ള സംശയങ്ങളൊക്കെ ഒരുപക്ഷെ വരാം. പക്ഷേ മനസ്സിലാക്കണം, എല്ലാത്തിനെയും തുടക്കം ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ ഏതേ ചംശ കലാപുംസോ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭഗവാൻ. അതിൽ നിന്ന് മറ്റുള്ള അവതാരങ്ങൾ വന്നു എന്ന് ഭാഗവതത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മൾ ആ തുടക്കത്തിൽ വായിച്ചിരുന്നു, തുടക്കത്തിൽ പഠിച്ചിരുന്നു. ഒരുപാട് അവതാരങ്ങൾ ശീലവ്യാസദേവൻ പറഞ്ഞതിന് ശേഷം അവസാനം ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇതുപോലെ അനേക കോടി അവതാരങ്ങൾ എടുക്കുന്നു. കോടി എന്ന് പോലും പറയാൻ സാധിക്കില്ല, അതിന് ഒരു കണക്കില്ല അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളെക്കുറിച്ച്. ദശാവതാരം, 10 അവതാരം മാത്രമല്ല, 22, 23 അവതാരം ഭാഗവത്തിൽ പറഞ്ഞത് മാത്രമല്ല, അനേക കോടി, അതായത് അനന്തമാണ്. കോടി എന്ന് പോലും പറയാൻ സാധിക്കുക, അനന്തമാണ് അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സവിശേഷതകളാണെങ്കിലും എല്ലാം. ഒന്നും നമുക്ക് ഒരു കണക്കിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഭഗവാന്റെ സ്ഥാനം അതാണ്. അതുകൊണ്ട് ഭഗവാനെ അസമ്മൂർധ്വ എന്ന് പറയും. അതായത് ഭഗവാനെ പോലെ ഈക്വലായിട്ടോ അതിനേക്കാൾ മികച്ചതായിട്ടോ ആരുമില്ല. ഭഗവാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരും. അതിന് ആ ഭഗവാന്റെ ഒപ്പവും ഇല്ല, മുകളിലും ഇല്ല. അതാണ് ഭഗവാൻ. അപ്പോൾ അദ്ദേഹം
അങ്ങനെ ആയിട്ടുള്ള അദ്ദേഹം ഏത് രീതിയിലും അവതാരമെടുക്കുന്നു, പല രീതിയിലും അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോഴാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. വൈകുണ്ഠത്തിൽ നാരായണൻ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ആൾക്കാർക്ക് സംശയം വരുന്നില്ല. ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം പല മനുഷ്യർ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ലീലകൾ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അപരാധമാവുന്നു അവർ തെറ്റിദ്ധരിക്കുമ്പോൾ. മാത്രമല്ല പിന്നെ വേറെ കൂട്ടർ പറയുന്നു, കൃഷ്ണൻ അത് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാൻ അത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ലീലകൾ അതീന്ദ്രിയ തലത്തിലുള്ളതാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല. അല്ലാതെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് അപരാധമായി മാറുന്നു. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം കൺഫ്യൂസിങ് ആണ് എന്നാണ് ഇവിടെ കുന്തി മഹാറാണി പറയുന്നത്. നമുക്കൊരു ശ്ലോകം കൂടെ നോക്കാം. 31-ാമത്തെ ശ്ലോകം. ഗോപ്യാദദേ ത്വയി കൃതാഗസീധാമ താവത് യാതേ ദശാർഷു കലിഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനായ സ്ഥിതസ്യ സാ മാം വിമോഹയതി ഭീർ അപി യദ്ഭിഭേതി. ശ്ലോകം 31. ഹരേ കൃഷ്ണ. പ്രഭുജി, ഞാൻ ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ഗോപ്യാദദേ ത്വയി കൃതാഗസിധാമ താവത് യാതേ ദശാശ്രു കലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി വീരപി യദ്ഭിഭേതി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭിചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദ മാതാവ് അങ്ങയെ ബന്ധിക്കാനായി കയറെടുത്തു. അപ്പോൾ അങ്ങയുടെ പരിഭ്രാന്തമായ നയനങ്ങൾ അശ്രുക്കളാൽ നിറയുകയും ആ കണ്ണുനീരാൽ അങ്ങയുടെ നയനങ്ങളിലെ കൺമഷി കലങ്ങുകയും ചെയ്തു. ഭയത്തിന്റെ ആൾരൂപം പോലും അങ്ങയെ ഭയപ്പെടുത്തുന്നുവെങ്കിലും അങ്ങ് ഭീതി പൂണ്ടവനായി കാണപ്പെട്ടു. ഈ കാഴ്ച എനിക്ക് അമ്പരപ്പുളവാക്കുന്നു. ഭാവാർത്ഥം. പരമപുരുഷനായ ഭഗവാന്റെ ലീലകളാൽ സൃഷ്ടിക്കപ്പെടുന്ന വിഭ്രമത്തിന്റെ മറ്റൊരു വ്യാഖ്യാനം ഇവിടെ നൽകിയിരിക്കുന്നു. എല്ലാ പരിതസ്ഥിതിയിലും പരമപുരുഷനായ ഭഗവാൻ പരമോന്നതനാകുന്നു എന്നത് നേരത്തെ വിവരിച്ചു കഴിഞ്ഞു. ഭഗവാൻ പരമോന്നതനാണെന്നും അതേസമയം തന്റെ ശുദ്ധ ഭക്തരുടെ സമക്ഷത്തിൽ ഒരു കളിപ്പാവയാണെന്നതിനും ഒരു സവിശേഷ ദൃഷ്ടാന്തം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഭഗവാന്റെ ശുദ്ധ ഭക്തർ കലർപ്പറ്റ പ്രേമത്താൽ മാത്രമാണ് ഭഗവാന് സേവനം അർപ്പിക്കുന്നത്. അത്തരം ഭക്തിയുടെ സേവനം നിർവഹിക്കുമ്പോൾ ശുദ്ധ ഭക്തൻ പരമപുരുഷനായ ഭഗവാന്റെ പദവിയെ വിസ്മരിക്കുന്നു. ബഹുമാനാദരങ്ങളോടെയല്ലാതെ പരിശുദ്ധ സ്നേഹത്താൽ നൈസർഗികമായി സേവനം അനുഷ്ഠിക്കപ്പെടുമ്പോൾ ഭഗവാനും ഭക്തരുടെ ആ പ്രേമയുത സേവനത്തെ കൂടുതൽ ആസ്വദിച്ച് സ്വീകരിക്കുന്നു. സാധാരണയായി ഭക്തർ ആദര മനോഭാവത്തോടെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്. എന്നാൽ എപ്പോഴൊരു ഭക്തൻ ശുദ്ധമായ പ്രേമ വാത്സല്യങ്ങൾ നിമിത്തം ഭഗവാനെ തന്നേക്കാൾ മുഖ്യത്വം കുറഞ്ഞവനായി കണക്കാക്കുന്നുവോ അപ്പോൾ അദ്ദേഹം മതിയായി സമൃദ്ധനാകുന്നു. ഈ ഭാവനയിലാണ് ഗോലോക വൃന്ദാവനമാകുന്ന യഥാർത്ഥ ഭഗവത് ധാമത്തിൽ ലീലകൾ അരങ്ങേറുന്നത്. കൃഷ്ണന്റെ മിത്രങ്ങൾ അവരിൽ ഒരുവനായി അദ്ദേഹം കരുതുന്നു. ആദരവർപ്പിക്കേണ്ട പ്രധാന വ്യക്തിയായി അവർ ഭഗവാനെ കരുതുന്നില്ല. ഭഗവാന്റെ മാതാപിതാക്കൾ അവരെല്ലാവരും ശുദ്ധ ഭക്തരാണ്. അദ്ദേഹത്തെ ശിശുവായി മാത്രം കരുതുന്നു. മാതാപിതാക്കളുടെ ശാസനകളെ വേദമന്ത്ര പ്രാർത്ഥനകളെക്കാൾ അതിരേകമായ സന്തുഷ്ടിയോടെ ഭഗവാൻ സ്വീകരിക്കുന്നു. അതേപോലെ തന്റെ കാമുകിമാരുടെ പരുഷ വചനങ്ങളെയും വേദസ്തുതികളെക്കാൾ ആസ്വാദികരമായി അദ്ദേഹം സ്വീകരിക്കുന്നു. സാമാന്യ ജനങ്ങളെ ആകർഷിക്കാനായി ഗോലോക വൃന്ദാവനമാകുന്ന ഭഗവാന്റെ അതീന്ദ്രിയ രാജ്യത്തെ നിത്യലീലകളെ അവതരിപ്പിക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വളർത്തമയായ യശോദാമാതാവിന്റെ സമക്ഷം പൂർണ്ണമായ അധീനതയെ അനുപമമായ രീതിയിൽ പ്രകടമാക്കി. ഭഗവാൻ അദ്ദേഹത്തിന്റെ ശിശു സഹജമായ കുസൃതികളാൽ യശോദ മാതാവ് കലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണ കലം പൊട്ടിച്ച് പാഴാക്കുകയും അദ്ദേഹത്തിന്റെ മിത്രങ്ങൾക്കും കളിക്കൂട്ടുകാർക്കും വിതരണം ചെയ്യുകയും പതിവാക്കിയിരുന്നു. വൃന്ദാവനത്തിലെ വിസ്തൃതരായ വാനരന്മാരും ഭഗവാന്റെ ഈ ദയാവായ്പിന്റെ ആനുകൂല്യം വേണ്ടുവോളം അനുഭവിക്കുന്നതിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് ദർശിച്ച
യശോദാ മാതാവ് ശുദ്ധ പ്രേമത്താൽ തന്റെ അതീന്ദ്രിയ ശിശുവിനെ ശിക്ഷിക്കുന്നതായി അഭിനയിക്കാൻ ആഗ്രഹിച്ചു. യശോദാ മാതാവ് ഒരു പാശമെടുത്ത് സാധാരണ എല്ലാ വീടുകളിലും ചെയ്യുന്നത് പോലെ ഭഗവാനെ കെട്ടിയിടുമെന്ന് ഭയപ്പെടുത്തി. യശോദാ മാതാവിന്റെ കയ്യിലെ കയർ ദർശിച്ച ഭഗവാൻ ഒരു ശിശുവിനെ പോലെ തന്റെ ശിരസ് കുനിച്ച് കരയാൻ തുടങ്ങുകയും അശ്രുക്കൾ അദ്ദേഹത്തിന്റെ കപോലങ്ങളിൽ കവിഞ്ഞൊഴുകുകയും അദ്ദേഹത്തിന്റെ മനോഹര നേത്രങ്ങളിലെ കൺമഷി പടരുകയും ചെയ്തു. ഭഗവാന്റെ പരമോന്നത പദവിയെക്കുറിച്ച് ബോധ്യമുള്ളതിനാൽ കുന്തി ദേവി ഭഗവാന്റെ ഈ ചിത്രത്തെ ആരാധിക്കുന്നു. ഭയസ്വരൂപം പോലും പലപ്പോഴും ഭഗവാനെ ഭയപ്പെടുന്നു എന്നിരിക്കെ സാമാന്യ രീതിയിൽ ഭഗവാനെ ശിക്ഷിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ മാതാവിനെ ഭഗവാൻ ഭയപ്പെടുന്നു. കുന്തി ദേവി ഭഗവാന്റെ ഉദാത്ത പദവിയെക്കുറിച്ച് ബോധവതിയായിരുന്നു. അതേസമയം യശോദാ മാതാവ് അങ്ങനെയല്ലായിരുന്നു. ആകയാൽ യശോദാ മാതാവിന്റെ പദവി കുന്തി ദേവിയുടേതിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. യശോദാ മാതാവിന് ഭഗവാനെ തന്റെ ശിശുവായി ലഭിച്ചു. അതേസമയം തന്റെ ശിശു സ്വയം ഭഗവാനാണെന്ന വസ്തുതയെ അദ്ദേഹം യശോദാ മാതാവിനെ പൂർണ്ണമായി വിസ്മരിപ്പിച്ചു. ഭഗവാന്റെ ഉദാത്ത പദവിയെക്കുറിച്ച് യശോദാ മാതാവ് ബോധവതിയായിരുന്നെങ്കിൽ ഭഗവാനെ ശിക്ഷിക്കാൻ അവർ നിശ്ചയമായും ശങ്ക കാട്ടിയേനെ. എന്നാൽ സ്നേഹസമ്പന്നയായ യശോദയുടെ മുന്നിൽ ശിശു സഹജമായ എല്ലാ വിലാസങ്ങളും പ്രകടമാക്കാൻ ആഗ്രഹിച്ച ഭഗവാൻ അവരെ തന്റെ പദവിയെക്കുറിച്ച് വിസ്മൃതയാക്കി. അമ്മയും മകനും തമ്മിലുള്ള ഈ സ്നേഹവിനിമയം തീർത്തും സ്വാഭാവികമായ രീതിയിലാണ് നിർവഹിക്കപ്പെട്ടത്. ഈ രംഗം സ്മരിച്ച കുന്തി ദേവി ആശ്ചര്യഭരിതയായി. അതീന്ദ്രിയമായ മാതൃപുത്ര വാത്സല്യത്തെ പ്രകീർത്തിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്കായില്ല. സർവശക്തനായ ഭഗവാനെ പോലും തന്റെ സ്നേഹഭാജനമായ ശിശുവായി നിയന്ത്രിക്കുവാൻ കഴിഞ്ഞ യശോദാ മാതാവിന്റെ അദ്വിതീയമായ വാത്സല്യ പദവിയെ ചൊല്ലി അവരെ പരോക്ഷമായി സ്തുതിക്കുകയാണ് ഇവിടെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ദാമോദര ലീല ശിലപ്രഭാജി ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞു. കുന്തി മഹാറാണി ദാമോദര ലീല ഓർക്കുവാണ്, എന്നിട്ട് പറയുന്നു ഭഗവാനെ സ്തുതിക്കുകയാണ്. ദാമോദര ലീല പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു കുന്തി മഹാറാണി. അന്ന് കാര്യം ഈ ഒരു ലീല പറയുന്നു, ആചാര്യന്മാർ പറയുന്നു കുന്തി മഹാറാണി നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യശോദാമ്മ അല്ലെങ്കിൽ ഈ ഒരു ദാമോദര ലീല നടക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ചെയ്തതെന്നുള്ളതല്ലേ. ഉണ്ണിക്കണ്ണൻ, ഞാൻ കഥയിലേക്ക് പോകുന്നില്ല, നമുക്ക് സമയമില്ല, പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ദാമോദര മാസം വരുമ്പോൾ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. യശോദാമ്മ ഉണ്ണിക്കണ്ണനെ കെട്ടിയിടുന്നു. എന്തുകൊണ്ട്? കുറുമ്പ് കാണിച്ചു, കലവെല്ലാം ഉടച്ചു, എന്നിട്ടുള്ള അവിടെയുള്ള വെണ്ണയെല്ലാം എടുത്ത് കുരങ്ങന്മാർക്കും എല്ലാവർക്കും കൊടുത്തു, വീടാകെ അലങ്കോലമാക്കി അല്ലേ. അപ്പോൾ കുറുമ്പ് കാണിച്ചപ്പോൾ അമ്മ കെട്ടിയിടാൻ നോക്കുന്നു. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവാന്റെ ശുദ്ധ ഭക്തരുടെ മുമ്പിൽ ഭഗവാൻ കീഴ്പ്പെട്ടു പോകുന്നു. കാര്യം ആ ഭക്തരുടെ സ്നേഹം കൊണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അഹം ഭക്ത പരാധീനോ. എനിക്ക് ഒരു വീക്ക്നെസ്സേ ഉള്ളൂ ഭഗവാന്. ഭഗവാൻ പറയുന്നു ആ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഭക്തരുടെ മുമ്പിൽ, ശുദ്ധ ഭക്തരാണെങ്കിൽ ഭഗവാൻ സ്വയം അദ്ദേഹത്തെ അവർക്ക് തന്നെ കൊടുക്കും. അതാണ് പറയുന്നത്, ശുദ്ധഭക്തരുടെ കയ്യിലെ പാവ പോലെയായി മാറും ഭഗവാൻ. അതിൻ്റെ അർത്ഥം ശുദ്ധഭക്തർ ഭഗവാനെ പാവയായിട്ട് കളിപ്പിക്കുന്നില്ല, അതായത് ഭഗവാനെ പറ്റിക്കുന്നില്ല. നമ്മളെ പോലെയല്ല. ശുദ്ധഭക്തർക്ക് അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. കാര്യം ശുദ്ധഭക്തർ ഭഗവാനെ നോക്കിക്കാണുന്നത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ യശോദമ്മയാണെങ്കിലും ഗോപന്മാരാണെങ്കിലും വൃന്ദാവനത്തിലെ പ്രജവാസികളായ ഗോപികമാരാണെങ്കിലും അവരെല്ലാവരും ഭഗവാനെ കാണുന്നത് ഭഗവാൻ എന്നുള്ള രീതിയിലല്ല, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തി എന്നുള്ള രീതിയാണ്. സുഹൃത്തുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, യശോദാമ്മയ്ക്കും മറ്റുള്ള മുതിർന്ന ഗോപസ്ത്രീകൾക്കും ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉണ്ണിക്കണ്ണൻ. ഇനി ഗോപന്മാർക്കാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൻ, മകൻ എന്നുള്ള ഫീലിംഗ് ആണ്. ഗോപികമാർക്കാണെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാണനാഥൻ എന്നുള്ള ഫീലിംഗ് ആണ്. അങ്ങനെ പല ഫീലിങ്സ് ആണ്. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടത് അവിടെ ഭഗവാൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റേ ഇല്ല. അവർ ഭഗവാൻ എന്ന് പറയുന്നത് വിഷ്ണുവിനെയാണ്, നാരായണനെയാണ് അവർ ഭഗവാനായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ നാരായണൻ ഇദ്ദേഹത്തിൽ നിന്ന് വന്നതാണെന്ന് അവർക്കറിയില്ല. അറിയാത്തത് എന്തുകൊണ്ടാണ്? അറിയുന്നത് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ട് അതെല്ലാം മൂടി വെച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരുടെ മുമ്പിൽ
മൂടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആർക്കും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഭഗവാൻ കൃഷ്ണൻ ചെയ്യുമ്പോൾ, ഇൻക്ലൂഡിങ് അസുരന്മാരെയൊക്കെ വധിക്കുക, അങ്ങനെ എന്ത് ലീലകളും ചെയ്യുമ്പോഴും എല്ലാവരും പറയും ഇത് വിഷ്ണുവാണ്, ഇത് നാരായണൻ ചെയ്തതാണ്, കൃഷ്ണനാണ്. നമ്മുടെ കൃഷ്ണൻ ഇതൊന്നും ചെയ്യില്ല. അമ്മയുടെ സാരിയുടെ പുറകിൽ ഒളിക്കുന്ന ആ വ്യക്തി ഇടിമിഞ്ഞുമ്പോഴും, അല്ലെങ്കിൽ അച്ഛൻ നന്ദ മഹാരാജാവ് പറയും ചെരുപ്പെടുത്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദ മഹാരാജ മകനടുത്ത് അച്ഛൻ്റെ ചെരുപ്പെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഓടിപ്പോവും ആള്. ഓടിപ്പോയി ചെരുപ്പൊക്കെ എടുത്ത്, ചെരുപ്പ് താങ്ങാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യും, തലയിൽ വെച്ചിട്ട് വരും. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാൻ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സംഘർഷണനായിട്ട് അദ്ദേഹം താങ്ങുന്നുണ്ട്. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹത്തിനാണ്. നന്ദമഹാരാജൻ്റെ ചെറിയ ചെരുപ്പെടുത്ത് കൊണ്ടിരുമ്പോൾ വീഴാൻ പോകുന്നു, എന്താ പറയുക, വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള മാധുര്യ ലീലകൾ വൃന്ദാവനത്തിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കാരണം അവിടെ ഐശ്വര്യപൂർണമായിട്ടുള്ള എല്ലാം ഭഗവാൻ യോഗമായ ശക്തി കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുന്തി മഹാറാണി ഇപ്പോൾ ബാക്കി കുറേ കാര്യങ്ങൾ ഭഗവാനെ സ്തുതിച്ചു. ഇപ്പോൾ വൃന്ദാവനം ഓർക്കുന്നു. കുന്തി മഹാറാണി വൃന്ദാവനത്തെക്കുറിച്ച് ഓർക്കുന്നു, വ്രജവാസികളെക്കുറിച്ച് ഓർക്കുന്നു, വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണെന്ന് ഓർക്കുന്നത്. അപ്പോൾ കുന്തി മഹാറാണിയുടെ മനസ്സും ആ വൃന്ദാവനത്തിലാണ്. എന്നിട്ട് കുന്തി മഹാറാണി പറയുന്നത്, യശോദാമ്മയെ പോലെ ഭാഗ്യം ചെയ്തിട്ടുള്ള വേറെ അമ്മയുണ്ടാവില്ല എന്ന് പറയുന്നു. കാര്യം ഉണ്ണിക്കണ്ണനെ കളിപ്പിക്കാൻ കിട്ടി. ഒരുപാട് ലീലകൾ നടന്നിട്ടുണ്ട്. ദേവകി റാണിക്കും കിട്ടിയിട്ടില്ല, കുന്തി മഹാറാണിക്കും കിട്ടിയിട്ടില്ല ഈ ഒരു ഭാഗ്യം. എന്നാൽ യശോദാമ്മയ്ക്ക് സാധിച്ചു. യശോദാമ്മ ഭഗവാന്റെ അമ്മയാണ്. ഈവൻ ഗോലോക വൃന്ദാവനത്തിലും ഭഗവാന്റെ അമ്മ യശോദറാണിയാണ്. അപ്പോൾ അത് പറയുന്നു, കുന്തി മഹാറാണി എടുത്ത് പറയുന്നു, നിങ്ങൾ അങ്ങയുടെ മനോഹരമായിട്ടുള്ള ലീലകളൊക്കെ എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കുന്നു. അങ്ങ് ചെയ്ത കാര്യങ്ങളൊക്കെ. എന്നിട്ട് ലീലയെക്കുറിച്ച് ഇവിടെ ശിലപ്രഭാജി വർണ്ണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലീലയ്ക്ക് പോകുന്നില്ല. രുദന്തം മുഹുർനേത്ര യുഗ്മം മൃജന്തം കരാംഭോജ യുഗ്മേന സതംഗ നേത്രം മുഹുശ്വാസ കമ്പ ത്രിരേഖ കണ്ഠ സ്ഥിതഗ്രേവം ദാമോദരം ഭക്തിബദ്ധം. രുദന്തം മുഹുർ നേത്രം. രുദന്തം കരഞ്ഞുകൊണ്ടിരിക്കുക. മുഹു വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ണെല്ലാം ചുമന്നു. കണ്ണിലുള്ള ആ കൺമഷിയെല്ലാം അവിടെ ഇവിടെയൊക്കെ പരത്തി. മുഖത്ത് മുഴുവനും കറുത്ത കൺമഷിയായി. കണ്ണുകൾ ആതങ്ക നേത്രം. ടെറർ, ആതങ്കവാദി എന്നൊക്കെ പറയുന്ന പോലെ ആതങ്ക, അത്ര ഭയാനകമായിട്ടുള്ള പേടിച്ചിട്ടുള്ള കണ്ണുകൾ. മുഹു ശ്വാസകമ്പ, ശ്വാസം വലിക്കുന്നതോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ വിങ്ങിക്കരയുന്നു, കുട്ടികൾ വിങ്ങിക്കരയുന്ന പോലെ. കമ്പ, വിറയ്ക്കുന്നുണ്ട് പേടിച്ചിട്ട്, വടി കണ്ടിട്ട്. ആ ദാമോദരൻ, ആ ഭഗവാൻ പരമദിവ്യത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരുപാട് ലീലകൾ ചെയ്യുന്നു. ഇതേപോലെ ലീലകൾ ചെയ്യുന്ന, ഇത്രയും ആകർഷണം തോന്നുന്ന വേറെ ഒരു രൂപം ഉണ്ടോ നമുക്ക്? അല്ലെങ്കിൽ വേറെ ഒരു അവതാരം ഉണ്ടോ ഭഗവാൻ കൃഷ്ണന്? അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഇത്രയും സ്പെഷ്യൽ. ഈവൻ ശ്രീരാമചന്ദ്ര ഭഗവാന് പോലും ഇല്ല ഉണ്ണിക്കണ്ണൻ ചെയ്ത പോലെ കുട്ടിക്കാലത്തെ, അല്ലെങ്കിൽ കൃഷ്ണന്റെ വൃന്ദാവനത്തിലെ ലീലകൾ ചെയ്ത പോലെ ഇല്ല. ദ്വാരകയിലെയും അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷത്രിയന്റെ രൂപത്തിൽ ഭഗവാൻ കൃഷ്ണൻ ചെയ്തിട്ടുള്ള ലീലകൾ ഒരുപക്ഷെ ശ്രീരാമചന്ദ്ര ഭഗവാനും പലതും ചെയ്തിട്ടുണ്ട്. ആ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ലീലകൾ വേറൊരു തലത്തിലാണ്. എന്നാൽ കൃഷ്ണന്റെ വളരെ സ്പെഷ്യലാണ്. ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ അത് തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരിൽ നിന്നും മാറ്റി നിർത്തുന്നതും. സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടർ, സ്പെഷ്യലായിട്ടുള്ള വ്യക്തി, സ്പെഷ്യലായിട്ടുള്ള കുസൃതി, എല്ലാത്തിനും സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത് കൃഷ്ണന്. അതെന്തുകൊണ്ടാണ്? കാര്യം പരമദിവ്യോത്തമ പുരുഷനായതുകൊണ്ട്.
അദ്ദേഹം പല രൂപത്തിൽ, പല ഭാവത്തിൽ, ആരും ചെയ്യാത്ത മൂഡ്, ആരും ചെയ്യാത്ത ഭാവം കൃഷ്ണന്റെ ലീലകൾക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, അല്ലേ? അത് സത്യമാണോ? അല്ലേ? തീർച്ചയായിട്ടുമാണ്. എന്നാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ നല്ലൊരു രാജാവായിട്ട് അദ്ദേഹം അയോധ്യ ഭരിച്ചു. അതേപോലെ ദ്വാരകയിൽ കൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്തും വളരെ മനോഹരമായിട്ട് അദ്ദേഹം രാജ്യകാര്യങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ വ്യത്യാസം എവിടെയാണ് വരുന്നത്? കൃഷ്ണന്റെ ലീലകളിൽ, ഭഗവാൻ കൃഷ്ണന്റെ ലീലകളിലാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും കണക്കാക്കാനും എന്താ ബുദ്ധിമുട്ടുള്ളത്? കാര്യം ഇതേപോലെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വെറൈറ്റീസും ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ. അതായത് കുട്ടിക്കാലത്ത് ഇതേപോലുള്ള ലീലകൾ, നമ്മളെ സാധാരണ കുട്ടികളെ പോലെ, സാധാരണ വൃന്ദാവനത്തിലെ ലീലകളെല്ലാം അങ്ങനെ തന്നെ. പിന്നെ അസുരന്മാരെ വധിക്കുന്നു, അതും ചെയ്തു. പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ കൂടെ ഉണ്ടായിരുന്നു, പാണ്ഡവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയും കുറെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. ആർക്കും ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തെ എന്താ പറയുക, കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ग्रंथराज श्रीमद् भागवतम की जय, जगत गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय. वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः. हरे कृष्ण. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.